ഡിമാൻഡ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അബി വളരെ കൂളായിട്ട് നേരെ എ ജ്വല്ലറിക്ക് അങ്ങ് കയറി ചെല്ലാണ്. ഇത് കണ്ട് അബിയുടെ അടുത്തേക്ക് ഡേവിഡ് വരുന്നുണ്ട്. ആ എന്താ സാർ? ആ മോനെ എന്താ സാറേ? അല്ല മോൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയല്ലേ? എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചുറ്റുമുള്ള സ്റ്റാഫുകളൊക്കെ അത് കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ആ സമയത്തിന് അബി പറയുന്നുണ്ട്, അതൊന്നും പറയണ്ട സാറേ, ഇന്ന് എഴുന്നേൽക്കാൻ കുറച്ച് വൈകിപ്പോയി. ആ എല്ലാവരും പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. മോനിപ്പോൾ മിക്ക ദിവസങ്ങളിൽ ലേറ്റായിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. ഓഫീസിൽ വരുന്നതിനും പോകുന്നതിനൊക്കെ ഒരു സമയമുണ്ട്. അന്നേരം അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാളാൾ കൊള്ളാലോ, സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അവസരം മുതലെടുത്ത് ഇയാൾ എന്നെ അങ്ങ് നാണം കെടുത്തുവാണല്ലോ. അല്ല എന്താ മോനെയിൽ ആലോചിക്കുന്നത് എന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇതുവരെ ഞാൻ ലേറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ സാറേ? അതൊക്കെ പൂർത്തിയാക്കിയിട്ടല്ലേ ഞാൻ പോകുന്നത് എന്ന് അബി തിരിച്ചു ചോദിച്ചു. എന്നാലും അതൊന്നും പോരാ, ജ്വല്ലറിക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിനൊക്കെയുണ്ട്. ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അത് ഫോളോ ചെയ്യുന്നവരാണ്. സാറും അതുപോലെ തന്നെ ചിട്ടകളൊക്കെ പാലിക്കണമെന്നൊക്കെ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറയും. ഇതൊക്കെ കേട്ടുകൊണ്ടിൻ്റെ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. അബിക്ക് അതത്ര അങ്ങ് കണ്ട് സഹിക്കുന്നില്ല. അബി പറയുന്നത്, സാറേ സാർ ഒന്ന് എൻ്റെ ക്യാബിനിലേക്ക് വരണം. എന്തിനാ സാറേ? എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു എന്ന്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് ഡേവിഡ് ചോദിക്കുന്ന സമയത്തിന് അതൊന്നും പറ്റില്ല സാർ, ഇപ്പം തന്നെ എന്തായാലും വരണം. ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണെന്ന് അബി കടുപ്പിച്ച് പറഞ്ഞു. എന്നാൽ ശരി അബി സാർ ചെന്നാട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് ഡേവിഡ് പറഞ്ഞു. അങ്ങനെ അബി ദേഷ്യം പിടിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് പോവാണ്. ആ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന 2 സ്റ്റാഫുകളുടെ സംസാരമാണ് കാണിക്കുന്നത്. അതിൽ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പോൾ എം ഡി ആരാ മാനേജർ ആരാ? എം ഡിയും മാനേജറും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതെ അതെ, എം ഡി ആരാ മാനേജർ ആരാ? അല്ല എനിക്കതല്ല മനസ്സിലാവാത്തത്, ഈ ഡേവിഡ് സാർ എന്തിനാ അബി സാറിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്നാണ്. നീ ശ്രദ്ധിച്ചില്ലേ? അബി സാർ ഓരോന്ന് പറയുമ്പോഴും ഡേവിഡ് സാർ തല താഴ്ത്തി നിൽക്കുകയാണ്. ദേ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഈ ഒരു കാര്യം തന്നെ നോക്ക്. അബി സാർ എത്ര ലേറ്റ് ആയിട്ടാണ് വരുന്നത്? 1-2 മണിക്കൂർ. ഇപ്പോൾ ദേ 4 മണിക്കൂർ കഴിഞ്ഞു ഓഫീസ് തുടങ്ങിയിട്ട്, ഇപ്പോഴാണ് അബി സാർ വരുന്നത്. അത് നീ പറഞ്ഞത് ശരിയാണ്, ഈ അബി സാർ മിക്ക ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മളൊരു ദിവസം കുറച്ച് സമയമൊന്ന് വൈകിയാൽ പോലും ഇവിടെ അയാളുടെ വായിൽ നിന്ന് മുഴുവൻ അങ്ങ് കേൾക്കാൻ പറ്റും. പിന്നെന്താ അബി സാറിനെ മാത്രം അയാളൊന്നും പറയാത്തത്? എന്തോ ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ കണക്ഷനുണ്ട്. ഒന്നുമില്ലെങ്കിലും ഈ മൂർത്തി ജ്വല്ലറി കള്ളത്തരം നടത്തിയ ആളല്ലേ ഈ അബി സാറ്. അതുകൊണ്ട് അത്ര വലിയ പരിശുദ്ധനൊന്നുമല്ല. നമ്മൾ ഈ സംസാരിക്കുന്നത് ആരുടെയെങ്കിലും ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ചെവിയിലെത്തും. അതുകൊണ്ട് ഇത്തരം സംസാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരെയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഡേവിഡ് ചോദിച്ചു, അല്ല ഇതെന്താ നിങ്ങൾക്കാർക്കും ഒരു പണിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ഉണ്ട് സർ, എന്നിട്ടാണ് ഈ വട്ടം കൂടി നിൽക്കുന്നത്. അത് പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഡിസ്കഷനൊക്കെ ഓരോരുത്തരായിട്ട് മതി, എല്ലാവരും കൂടി ചേർന്നിരുന്ന ഡിസ്കഷനൊന്നും വേണ്ട. ഓ ശരി സർ. ഇതും പറഞ്ഞു കൊടുത്തിട്ട് ഡേവിഡ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളോട് എത്ര ദേഷ്യത്തിലാണ് അയാൾ സംസാരിച്ചത്. അതിലൊരു ശതമാനമെങ്കിലും അബിസോറോട് സംസാരിച്ചിരുന്നെങ്കിൽ. അതൊക്കെ വിട്. ദേ രണ്ടാമതും നമ്മളിവിടെ നിൽക്കുന്നത് കണ്ട ഇനി അയാളുടെ വായിലെടുക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും തന്നെ അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഡേവിഡ് അബിയുടെ മുറിയിലേക്ക് കയറി വരികയാണ്. അബിയാണെങ്കിൽ നല്ല കട്ടക്കലിപ്പിലായിരിക്കും ഇരിക്കുന്നത്. സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതിൻ്റെ ആ ഒരു ദേഷ്യമെല്ലാം തന്നെ അബിക്കുണ്ടായിരുന്നു. ഡേവിഡിൻ്റെ സാറേ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അബി പറഞ്ഞത്, വരണം വരണം. സാറേ എന്താ സാറ് വിളിപ്പിച്ചത്? ഞാൻ വിളിപ്പിച്ചത് എന്താണെന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? ഇല്ല മോനെ, മോൻ എന്ത് പറയാനാണ് വിളിപ്പിച്ചത്? താനിപ്പോൾ എന്താ ചെയ്തത്? ഞാനെന്ത് ചെയ്തെന്നാ? എടോ താനിപ്പോൾ സ്റ്റാഫുകളുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ? എന്നെ താൻ ചോദ്യം ചെയ്തില്ലേ? അതുമോനെ, അത് ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല. നമ്മുടെ ചുറ്റും സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ചെവി കൂർപ്പിച്ച് നിൽക്കാൻ കാത്തിരിക്കുന്നവരാണ്. അവരൊക്കെ ലേറ്റായി വന്നാൽ ഞാൻ ഇതുപോലെയല്ല പ്രതികരിക്കാറുള്ളത്. അത് താൻ അതുപോലെ എൻ്റെ അടുത്തും പ്രതികരിക്കുമോ എന്ന് അബി ദേഷ്യപ്പെട്ടപ്പോൾ, മോൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെടോ? അല്ല താൻ എന്താ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കുകയാണോ? മോനെ, ഞാൻ ആരെയും സംസാരിക്കാനൊന്നും പഠിപ്പിക്കില്ല. മോൻ്റെ അച്ഛൻ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ എം ഡി പ്രൊഫഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എം ഡിയുടെ മകനെ തന്നെ ഭരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അതിനുള്ള ലൈസൻസ് തനിക്ക് തന്നിട്ടുണ്ടോടോ? മോൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെയൊന്നും പറയരുത്. എടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പഠിപ്പിക്കണ്ട എന്ന്. തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ ജ്വല്ലറിയുടെ ആരാ? ഒരു വ്യാജ എം ഡി. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനം എനിക്കുള്ളതാണ്. എൻ്റെ സ്വന്തമാണ് ജ്വല്ലറി. ആ സ്ഥാനത്ത് താൻ വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എല്ലാം എനിക്കുള്ളതാ. അതും കൂടി തനിക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ഡേവിഡ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനോടിരിക്കുന്ന അച്ഛനെ കുറിച്ചാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു മൃഗമുള്ള കാര്യം എനിക്കറിയാതെ പോയല്ലോ.
ഇവരെങ്ങാനും സാറിന് ഇത്രത്തോളം സ്വത്തുക്കളുള്ള കാര്യം പറയാമെന്ന് ഒരിക്കലും പാടില്ലായിരുന്നു. എടോ, താൻ എന്താ ഈ ആലോചിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരവസരം കിട്ടിയാൽ എന്നെ എവിടെ നിന്ന് തൂക്കുമെന്നല്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ അങ്ങനത്തെ ഒരു അവസരവാദിയൊന്നുമല്ല. ആ സമയത്താണ് മാളവിക അബിയുടെ ക്യാബിനിലേക്ക് വരുന്നത്. അബി ആരോടോ കയർത്ത് സംസാരിക്കുന്നത് മാളവിക കേട്ടു. അല്ല, ഇന്നിവിടെ നല്ല ചൂടിലാണല്ലോ, ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് മാളവിക പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഡേവിഡ് പറയണേ, മോനെ ശബ്ദം കുറച്ച് സംസാരിക്ക്. ഈ ശബ്ദം കേട്ട് സ്റ്റാഫുകൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ എന്നോട് തർക്കിച്ച് സംസാരിക്കുകയാണെന്ന് അവരറിയും. അറിയട്ടെടോ, അല്ലെങ്കിലും എത്ര കാലം എന്ന് വെച്ചാണ് നിന്റെ കീഴിൽ ഞാനിങ്ങനെ മാനേജറെ പോലെ ഇങ്ങനെ കഴിയുന്നത്? മോനെ, മറ്റൊന്നും കരുതിയിട്ടില്ല. മോനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എല്ലാ സ്റ്റാഫുകളും ഒരുപോലെയല്ലേ സംസാരിക്കേണ്ടത്? മോൻ ഇപ്പോഴും നേരം വൈകി വരുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വല്ലാത്തത് ഒരു തോന്നലായിരിക്കും. എടോ, അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോട്ടെ. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും നമുക്കെന്താ? അവർക്ക് നമ്മുടെ തൊഴിലാളികളാ, എൻ്റെ അച്ഛൻ്റെ ശമ്പളം പറ്റി ജീവിക്കുന്നവർ. ഇതൊന്നും അന്വേഷിക്കാൻ അവർക്ക് അർഹതയില്ല. മോനെ, മോൻ്റെ അച്ഛൻ ഇതൊക്കെ നേടിയെടുക്കാൻ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എൻ്റെ കൂടെ മോൻ ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉണ്ടാവുമായിരുന്നു, പക്ഷേ തൻ്റെ ഇതുപോലുള്ള ചീപ്പ് പരിപാടികളൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല. എന്തായാലും താൻ പോയിക്കോ. എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ കയറി വരും. ആ സമയത്തിലെ ചോദ്യമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ശരി. ഇതും പറഞ്ഞു കൊടുത്തിന് ഡേവിഡ് അവിടെ നിന്നും പോവാണ്. ഡേവിഡ് വാതിലിൻ്റെ പുറത്തിറങ്ങുമ്പോഴാണ് അവിടെ മാളവികയെ കാണുന്നത്. മാളവിക ഡേവിഡിനെ കണ്ടപ്പോൾ ഇയാളോ എന്ന് ചോദിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. മാളവിക എപ്പോഴാ വന്നത്? അല്ല, ഇവിടെ എന്തായി നിൽക്കുന്നത്? അത് പിന്നെ അബി സർ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നതാ. എന്നിട്ട് അകത്തേക്ക് കയറാതിരുന്നത് എന്താ? അത് പിന്നെ സർ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ അബി സർ ആരോടോ ഷൗട്ട് ചെയ്യുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ ഡേവിഡ് ആകെ ചമ്മി നാറുന്നുണ്ട്. അല്ല, സാറിനോട് ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സാറ് മാത്രമല്ലേ അകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അബി സർ ആരോടാ ഇത്ര ദേഷ്യത്തിൽ സംസാരിച്ചത്? അത് പിന്നെ മാളവിക, നമ്മുടെ ഒരു ക്ലയൻറ്റ് അഡ്വാൻസ് മാത്രം തന്ന് കുറച്ച് സ്വർണം പർച്ചേസ് ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ പണി കഴിഞ്ഞപ്പോൾ അവർ പറയാണ് മൂർത്തിച്ചൊല്ലുടെ സ്വർണം മതിയെന്ന്. നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ അബി സർ അതൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്തിട്ട് പഠിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ അങ്ങ് അത് ഏൽപ്പിച്ചതാ. ഇല്ല സാറേ, എൻ്റെ ഒരു സംശയമാണ്. ഈ ജ്വല്ലറിയുടെ MD സർ ആണല്ലോ, പിന്നെ എന്തിനാ സർ അബി സർ അങ്ങനെയൊക്കെ വിളിക്കുന്നത്? മാളവികയ്ക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയണം? സോറി സർ, ആർക്കായാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സംശയം തോന്നും. അതുപോലെ എനിക്കും തോന്നിയല്ലോ. അതിൻ്റെ പുറത്ത് ചോദിച്ചെന്നേ ഉള്ളൂ. മാളവിക, നീ നിൻ്റെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യാൻ നോക്ക്. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട. നിനക്കറിയാലോ, കഴിഞ്ഞ തവണ ഡീൽ നഷ്ടപ്പെട്ടത് ആ നയനയുടെ ഡിസൈൻ കാരണം മാത്രമാണ്. അതുപോലുള്ള ഡിസൈനുകൾ നീയും ചെയ്ത് പഠിക്കണം. ആ സർ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് അബി സാർ എന്നെ വിളിപ്പിച്ചത്. സാർ ദിവസവും മിക്കവാറും എന്നെ ഇങ്ങനെ വിളിപ്പിക്കും. ആണോ? എന്നിട്ട് അബി സാർ എന്താ നിന്നോട് പറയാറുള്ളത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല സർ, വെറുതെ വിളിപ്പിക്കുകയാണ്. ശരി, ഏതായാലും അബി ഇപ്രാവശ്യം എന്തിനാ വിളിപ്പിച്ചത് എന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് നീ ഒന്ന് വരണം. അതെന്തിനാ സർ? ചോദ്യങ്ങളൊന്നും വേണ്ട, ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താൽ മതി. ശരി സർ. അല്ലെങ്കിലും മാളവിക ഇപ്പോൾ സംശയം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്നിങ്ങനെ കുത്തി ചോദിക്കുന്നത് പോലെ തോന്നി. സ്റ്റാഫുകളുടെ സ്ഥാനത്ത് നിന്നാൽ മതി കേട്ടോ. പിന്നെ മാളവികക്ക് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം നൽകിയത് നിന്റെ ഡിസൈൻ ജനങ്ങൾക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. അത് നീയായിട്ട് ദുരുപയോഗം ചെയ്യരുത്. ഒരിക്കലുമില്ല സർ. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. അബി എന്തിനാ വിളിപ്പിച്ചതെന്ന് നോക്ക്. ശരി സർ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മാളവിക നേരെ ക്യാബിൻ്റെ അകത്തേക്ക് കയറി. മാളവിക കുറേ നേരമല്ലോ ഞാൻ വിളിപ്പിച്ചിട്ട്, എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നോ? അത് പിന്നെ എൻ്റെ ഒരു ഡിസൈൻ കാരണം ഇപ്പോൾ ഡീൽ നഷ്ടപ്പെട്ടല്ലോ. അടുത്തതൊക്കെ നല്ലതാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ ഡീല് പോയതിൽ മാളവികക്ക് വിഷമമുണ്ടോ? പിന്നെ ഇല്ലാതിരിക്കൂ സർ. എൻ്റെ ഡിസൈൻ കൂടി നോക്കിയിട്ടല്ലേ അവർ ഈ ഒരു ഡീല് തരുന്നത്. അതിൽ തോറ്റുപോയാൽ പിന്നെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നത് തുല്യമാണ്. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അടുത്ത തവണ നമുക്ക് തന്നെ ഈ ഡീല് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ല സർ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പിന്നെ മാളവിക വിഷമിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിപ്പിച്ചത്. ഓ, അതിനാണോ? ഞാൻ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണോ? എനിക്കെന്തിനാ അതിൽ വിഷമം? നീ തോറ്റതിനൊക്കെ എനിക്ക് പുല്ല് വിലയാണ്. എന്താ മാളവിക നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ മാളവിക പറയുന്നുണ്ട്, ഒന്നുമില്ല സാറേ. എന്നാൽ പിന്നെ നമുക്കിന്ന് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ എന്ന് അഭി ചോദിക്കുകയാണ്. എന്താ മാളവികയുടെ അഭിപ്രായം? അയ്യോ സർ, 5 മിനിറ്റ് പോലും മാറ്റിവെക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജ്വല്ലറിയോട് ഇവൾക്ക് എന്തൊരു ആത്മാർത്ഥതയാണ്. ഇവളെ പോലെ പെൺകുട്ടിയാണ് നമുക്ക് വേണ്ടത്. മാളവിക, നിന്റെ സത്യസന്ധത എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ ജയിച്ചില്ലെങ്കിലും നിന്റെ ഈ ഗുണമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലഞ്ചിന് വിളിച്ചത്. ആ സർ, ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ വരാം. ആ സമയത്ത് തന്നെ നവ്യ വാതിൽ തുറന്ന് അകത്തേക്കങ്ങ് വരികയാണ്. ഇവരെ രണ്ടുപേരെയും കൂട്ടിമുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നവ്യക്ക് വല്ലാത്ത ദേഷ്യം വന്നു. മാളവിക, നീ എന്താ ഇവിടെ? മാഡം, ഞാൻ അബി സർ വിളിച്ചിട്ട് വന്നതാ.
ആ നവ്യേ, മാളവിക എന്നോടൊരു സംശയം ചോദിക്കാൻ വന്നതാ. സംശയം ചോദിക്കാനോ? ഇവളെന്തിനാ നിന്നോട് സംശയം ചോദിക്കുന്നത്? അത് പിന്നെ നവ്യേ, ഞാൻ അല്പം ഡിസൈനുകളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാളവിക, നിന്നോടാണ് എൻ്റെ ചോദ്യം. നീ അബിയോട് ഡൗട്ട് ചോദിക്കാൻ വന്നതാണോ? അത് പിന്നെ മാഡം, ആ സമയത്ത് അബി ഓരോ കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാളവികക്ക്. ഇത് കണ്ട് മാളവിക പറയാണ്, ആ അതെ അതെ മാഡം, ഡൗട്ട് ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട് ചോദിക്കാൻ, നിന്റെ കയ്യിൽ ഡിസൈനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, അത് മാഡം, നവ്യ നീ എന്താ ഒരുമാതിരി പോലീസുകാരെ പോലെയൊക്കെ ഇവിടുത്തെ സ്റ്റാഫിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? വേറൊന്നും കൊണ്ടല്ല, മാളവിക തെറ്റിദ്ധരിക്കരുത്. ഞാൻ എപ്പോൾ വരുമ്പോഴും അബിയുടെ മുറിയിൽ വരുമ്പോഴൊക്കെ മാളവിക ഇട നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിനക്കെന്താ അബിയോട് ഇത്രമാത്രം ചോദിക്കാനുള്ളത്? സോറി മാഡം, മാഡത്തിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഇനി അബീദ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഡേവിഡ് സാറിനോട് ചോദിച്ചോളാം. മാളവിക, ഞാൻ പറയുന്നത് നീ തെറ്റായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളത് സംസാരിക്കാം, പക്ഷേ അതൊരിക്കലും അതിര് കടക്കരുത്. എനിക്ക് അബിയേ ഉള്ളൂ. ശരി മാഡം, എന്നാൽ ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ മാളവിക അവിടെ നിന്ന് പോവാണ്. അന്നേരം അബി ചോദിക്കാണ്, നവ്യേ നീ ഇത് എന്ത് പണിയായി കാണിച്ചത്? എന്താ? അല്ല, നീ മാളവികയോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല. അതൊക്കെ എൻ്റെ ഇഷ്ടം. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും ഇവിടെ കാണുന്നത് എനിക്കത്ര അങ്ങ് പിടിക്കുന്നില്ല അബി. അതുകൊണ്ട് പറഞ്ഞതാ, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരരുത്. നവ്യ, നീ നിൻ്റെ ഈഗോ വെച്ചൊരിക്കലും കളിക്കരുത്. ഇതൊരു സ്ഥാപനമാണ്. അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ മാളവികക്ക് അബിയോട് സംശയം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഡൗട്ടുണ്ടെങ്കിൽ MDയോട് ചോദിച്ചാൽ മതി. ശരി, അവൾ ഇനി ആരോടെന്ന് വെച്ചാൽ ചോദിച്ചോട്ടെ. എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് ഉറപ്പ് തന്നിട്ടാണല്ലോ പോയത്. അല്ല നവ്യേ, നിനക്കിപ്പോൾ ഷൂട്ടിംഗ് ഒന്നുമില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്? അതെന്താ അബി, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ എൻ്റെ ഭർത്താവ് ഇവിടെ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? നവ്യേ, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അതും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നതൊന്നും നല്ലതല്ല. പിന്നെ നീ വേറൊന്നും വിചാരിക്കണ്ട. നീ കാരണമാണ് എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിന്നോട് വരരുത് എന്ന് പറയാനും എനിക്ക് കഴിയില്ല. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. ഞാൻ നിനക്ക് ലഞ്ച് തരാൻ വന്നതാ, അല്ലാതെ വേറൊന്നിനുമല്ല. ഞാൻ പോകുന്നു. ആ പിന്നെ, ഞാനിങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിനകത്ത് വേറെ പെണ്ണുങ്ങളാരും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി നവ്യേ. നമ്മുടെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കല്ലേ, നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലേ. ശരിയെന്നൊക്കെ പറഞ്ഞ് നവ്യ പോയി. അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു അബി. അബിയുടെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, നിന്നെ പേടിച്ചിട്ടല്ലടി ഞാൻ ജീവിക്കുന്നത്. ഇനി നീ എനിക്ക് പുല്ലാണ്. ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ, ഈ ഒരു ഡ്രാമയൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ കറിവേപ്പിലെ പോലെ തന്നെ ഞാൻ വലിച്ചെറിയും. ഒരു ഭിക്ഷക്കാരിയെ പോലെ തന്നെ നിന്നെ ഞാൻ വഴിയാധാരമാക്കും. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അബി മാളവികക്ക് ഫോൺ ചെയ്തു. ഹലോ സർ. ആ മാളവിക, ഒന്ന് എൻ്റെ ക്യാബിലേക്ക് വരാമോ? അയ്യോ സർ, ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. സാറിൻ്റെ വൈഫ് പറഞ്ഞതൊക്കെ സാറും കേട്ടതല്ലേ? ഓ, അതൊന്നും നീ കാര്യമാക്കണ്ട. അവൾ ഇവിടെ നിന്ന് പോയി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സർ, ഞാൻ വരുന്നില്ല. എനിക്ക് ആ മേഡത്തെ പേടിയാണ്. ഇനി എന്നെ വിളിക്കരുത്. ഇതും പറഞ്ഞു കൊടുത്തിട്ട് മാളവിക പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എല്ലാത്തിനും കാരണം അവൾ ഒരൊറ്റ എടുത്തിയാണ്. ആ നശിച്ച ജന്മം. അവളെ എങ്ങനെയെങ്കിലും തീർത്ത് കളയണം. ഇല്ലെങ്കിൽ എനിക്കെപ്പോഴും ഒരു ബാധ്യതയായിരിക്കും. ആ നവ്യ കാരണം മാളവിക മിസ്സായി പോയല്ലോ. ആ, ഒരു കാര്യമുണ്ട്. ഡേവിഡിനോട് പറഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് വരും. അബി നേരെ ഡേവിഡിനെ വിളിച്ചു. അബി സാറേ, എന്താ കാര്യം? എടോ, എനിക്ക് മാളവികയൊന്ന് കാണണം. അവൾ വിളിച്ചിട്ട് വരുന്നില്ല. താൻ അവളോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാം. അത് പിന്നെ മോനെ, ഞാൻ എങ്ങനെയാ? തനിക്ക് പറ്റില്ലേ? ആ മോനെ, ഇതൊക്കെ മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. തനിക്ക് പറ്റുമെങ്കിൽ നീ ചെയ്താൽ മതി. എന്താ മോനെ ഇങ്ങനെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാൽ പോരാ, അവൾ എൻ്റെ റൂമിലേക്ക് എത്തണം. ഇപ്പം എത്തണം. ശരി, ഇതും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഈ അബിസാർ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? എല്ലാവർക്കും സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള അബിസാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ സാറിനോട് സംസാരിച്ചേ പറ്റൂ. ഡേവിഡ് ഒരു സ്റ്റാഫിനോട് മാളവികയെ വിളിക്കാൻ പറഞ്ഞു. മാളവിക എത്തി. സാർ എന്തിനാ വിളിപ്പിച്ചത്? ആ മാളവിക, നിന്നെ അബിസാർ വിളിക്കുന്നുണ്ട്. എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അങ്ങോട്ടേക്ക് ചെന്ന് നോക്ക്. സാർ ഒന്നും പറയാം, ഇപ്പോൾ സമയമില്ല. മോൾ അന്നങ്ങോട്ടേക്ക് ചെല്ലിയെന്നൊക്കെ പറയും. ശരിയെന്ന് മാളവികക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ മാളവിക നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നേരത്തെ ഡേവിഡ് സാർ പറഞ്ഞല്ലോ ആരോ ക്ലയൻറ്റിനോട് ദേഷ്യപ്പെട്ടതാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഡേവിഡ് സാറിനോട് തന്നെയാണ് അയാൾ ചൂടായത്. ഇപ്പോൾ അയാൾ വിളിച്ചിട്ട് ഞാൻ വരാത്തത് കൊണ്ട് തന്നെ ഡേവിഡ് സാറിനെ കൊണ്ട് വിളിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം ഡേവിഡ് സാർ അവൻ്റെ താഴെയാണ്. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഇന്ന് തന്നെ ആദർശ് സാറിനോട് ഇതൊക്കെ പറയണം. മാളവിക അകത്തേക്ക് ചെന്നു. ആ മാളവിക, സാർ എന്തിനാ എന്നെ വീണ്ടും വിളിപ്പിച്ചത്? സാറിൻ്റെ വൈഫ് പറഞ്ഞത് കേട്ടില്ലേ? അവളൊരു ടോക്സിക് ഭാര്യയാണ്. അവൾ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കേണ്ട മാളവിക. ഇതൊക്കെ ഒരു വശത്ത് നിന്ന് നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവൻ അവളെയും കുപ്പിയിലാക്കി എൻ്റെയും അനഘയുടെയും അവസ്ഥ വരുത്താനാണോ നോക്കുന്നത്? നവ്യയുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അതൊന്നും നടക്കില്ല. ടോക്സിക് ഭാര്യയല്ലേ ഇവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
ആ മാളവികക്ക് ഇന്ന് എൻ്റെ വക ട്രീറ്റ് ഉണ്ട്. എന്തിനാ സർ? ഞാൻ പറയാം. നമുക്കിന്ന് ലഞ്ച് പുറത്ത് നിന്നാക്കിയാലോ? നേരത്തെ ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ നോ പറയരുത്. ശരി സർ, എന്നാൽ നമുക്ക് ലഞ്ച് കഴിക്കാം. നിന്റെ വായിൽ നിന്നും ഇതൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു മാളവികയെ. അല്ല, മാളവികക്ക് തിരക്കുണ്ടോ? കുഴപ്പമില്ല സർ, ഞാൻ വരാം. ശരി, എന്നാൽ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് മാളവിക പറഞ്ഞു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡേവിഡ് കാർ എടുത്ത് നേരെ നാഗേന്ദ്രനെ കാണാൻ പോയി. താൻ ഇപ്പോൾ എന്താണ് ഡ്യൂട്ടി സമയത്ത് എന്നെ കാണാൻ വന്നത്? സാറേ, എങ്ങനെ ഇത് പറയാമെന്നൊന്നും എനിക്കറിയില്ല. എന്തു പറ്റി? തനിക്ക് എന്താ പറയാനിത്ര പ്രയാസം? ഒന്നുമില്ല സാറിനെ, സാറിൻ്റെ മകനെക്കുറിച്ചാണ്. അബിയെക്കുറിച്ചോ? അവനെന്തെങ്കിലും അരുതാത്തത് പറഞ്ഞോ? അബി സാറിൻ്റെ പ്രവൃത്തികളൊക്കെ സ്റ്റാഫുകൾക്ക് നല്ല സംശയമുണ്ടാക്കുന്നുണ്ട് സർ. ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി. എന്നിട്ട് എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവൻ ഷൗട്ട് ചെയ്യുന്നതൊന്നും സാറ് കേൾക്കരുത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ കാര്യം പറ. സാറേ, അബു സാർ പതിവ് പോലെ തന്നെ ലേറ്റായി വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അത് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ എന്നെ അപമാനിച്ചു. ഞാൻ വിട്ടുകൊടുത്താതെ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. ഞാൻ MD ആയിരിക്കുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അതൊന്നുമില്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കരുതേ. അവൻ്റെ സ്വാർത്ഥത കൊണ്ട് പറയുന്നതായിരിക്കും. അത് പോട്ടെ സാറേ. പക്ഷേ അവൻ നല്ല ശബ്ദത്തിലാണ് സംസാരിച്ചത്. അത് കേട്ടുകൊണ്ടുവന്ന മാളവികക്ക് ചില സംശയങ്ങളൊക്കെ പിടികൂടി. ഒരു വിധത്തിലാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. ഇവനെന്താ ഓഫീസിലേക്ക് കാലെടുത്ത് കുത്തിയപ്പോഴേക്കും നാശം തുടങ്ങിയതാണോ? അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയണ്ട. അവനൊന്ന് തിരുത്തി കൊടുത്താൽ മാത്രം മതി. മാളവികയുടെ പിന്നാലെ നടക്കാൻ അവന്. ഇങ്ങനെ പോയാൽ നാണക്കേടുണ്ടാവും. ഇവനെക്കൊണ്ട് വലിയ തലവേദനയാണല്ലോ. സത്യങ്ങളൊന്നും ഇവൻ അറിയാനും പാടില്ലായിരുന്നു. ഡേവിഡ്, അവൻ നിന്നോട് മോശമായി പെരുമാറിയതിന് ഞാൻ സോറി ചോദിക്കുന്നു. അയ്യോ സർ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? നീ എന്നെ ആപത്ഘട്ടത്തിൽ സഹായിച്ചവനാണ്. നിന്നെ അവൻ ക്രൂശിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല. അതൊക്കെ പോട്ടെ സാറേ, കുട്ടികളായിട്ടാ ഞാൻ എന്തൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ കാര്യങ്ങളൊന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ശരി, നീ പോയിക്കോ, ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് പോയി. നാഗേന്ദ്രൻ്റെ മനസ്സിൽ വിചാരിക്കാണ് ഇവൻ ഓഫീസിൽ വന്നാൽ നല്ല രീതിയിൽ തന്നെ മത്സരിക്കുമെന്ന് കരുതി. പക്ഷേ ഇവൻ താഴേക്ക് പോവുകയാണല്ലോ. മൂർത്തി ജ്വല്ലറിയിലുണ്ടായ ആ അനുഭവം ഇവിടെയും ഉണ്ടാവുമോ? പാടില്ല. എൻ്റെ മോള് വേണം ഈ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കാൻ. അവനൊരു മണ്ടനാണ്. മോള് തന്നെ നയിക്കട്ടെ എന്ന് ചിന്തിക്കും. അതിനുശേഷം നവ്യ അബിയുടെ ഓരോ ചലനവും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നാഗേന്ദ്രൻ അബിയെ വീഡിയോ കോൾ ചെയ്യുന്നത്. അബി ഒന്ന് പതറി. അച്ഛൻ എന്താ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നത്? ഡേവിഡ് വല്ലതും പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ ഡേവിഡ്, നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണേ. ഹലോ അച്ഛ എന്നൊന്നും വിളിക്കണ്ട. നവ്യ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നവ്യ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പരിചയമില്ലാത്ത ആരോ ആണല്ലോ ഇവൻ അച്ഛ എന്ന് വിളിക്കുന്നത്. ആരാണെന്ന് വ്യക്തമാവുന്നില്ല നവ്യക്ക്. ഏതായാലും വീഡിയോ കോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അത് ഫോണിൽ പകർത്തുകയാണ്. എടാ അബി, നീ അവിടെ മര്യാദക്കല്ലേ നിൽക്കുന്നത്? ആണല്ലോ അച്ഛ. അച്ഛൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നിന്റെ ചില വൃത്തികേടുകളൊക്കെ ഞാൻ ക്യാമറയിലൂടെ കാണുന്നുണ്ട്. അവിടെ നടക്കുന്നതെല്ലാം തന്നെ എനിക്ക് കാണാം. ഇന്ന് വൈകുന്നേരം എനിക്ക് നിന്നെയൊന്ന് കാണാം. അതിനെന്താ അച്ഛാ, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ മോളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയും. എന്നോട് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും അവളോടാണല്ലോ എല്ലാം പറയുന്നത്. എടാ, വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ. ശരി അച്ഛാ, ഞാനേതായാലും എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അബി ഫോൺ വെച്ചു. നവ്യ ഇതൊക്കെ തന്നെ തൻ്റെ ഫോൺ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഇയാളും ഇവനും തമ്മിൽ എന്താ ഇത്ര അടുപ്പമുണ്ടല്ലോ? എന്തായാലും അത് കണ്ടുപിടിക്കണം. അബി ഫോൺ മേശപ്പുറത്ത് വെച്ച് നേരെ വാഷ്റൂമിലേക്ക് പോയി. ഇതാണ് പറ്റിയ സമയമെന്നിങ്ങനെ നവ്യ മനസ്സിൽ വിചാരിച്ച് നേരെ അകത്തേക്ക് കയറി അബിയുടെ ഫോൺ അങ്ങ് കയ്യിലെടുത്തു. ലോക്ക് തുറന്നു നോക്കിയപ്പോൾ ആ ഒരു കോൾ ലിസ്റ്റിൽ നോക്കുമ്പോൾ അച്ഛൻ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അബിയുടെ അച്ഛനാണല്ലോ. അബിക്ക് ശരിക്കും അച്ഛനില്ലല്ലോ. പിന്നെ ഇതേത് അച്ഛനാണ്? ഇനി അബിയുടെ അച്ഛൻ തിരിച്ചു വന്നോ? എന്തായാലും നമ്പറും ഫോട്ടോ ഒക്കെ എടുത്തു വെക്കാം. ബാക്കിയൊക്കെ ഗാലറിയിൽ അടിച്ചു നോക്കിയപ്പോൾ നാഗേന്ദ്രനും അവന്തികയും അബിയും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ് എല്ലാം അവരന്നെടുത്ത സെൽഫീസ് എല്ലാം കണ്ടു. അന്നേരം നിങ്ങളുടെ അച്ഛൻ എല്ലാവരെയും പറ്റിച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലേ? ഒരു പക്ഷേ ഈ ഒരു ഏഞ്ചലരെയും അയാളുടേതാവും. എന്തായാലും നിന്റെ കളി ഇവിടം കൊണ്ട് തീരുന്നുമെന്നൊക്കെ പറഞ്ഞ് നവ്യ ആ ഒരു ഫോട്ടോസ് എല്ലാം എടുത്തു വെച്ചു. അബി വരുന്ന ശബ്ദം കേട്ട ഉടനെ തന്നെ നവ്യ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അബി വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് മാറിയിരുന്ന് കണ്ട് സംശയിച്ചുവെങ്കിലും ഇതൊക്കെ തനിക്ക് തോന്നിയതേക്കാമെന്നൊക്കെ വിചാരിച്ച് അതങ്ങ് വിട്ടുകളഞ്ഞു. നവ്യ തൻ്റെ ഫോണിലെടുത്ത് ആ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. കൊള്ളാമല്ലോ. മൂർത്തി ജ്വല്ലറിയെ ചതിക്കാൻ നിങ്ങളുടെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലല്ലേ? നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നവ്യ അവളുടെ കൂട്ടുകാരി നമിതയെ വിളിച്ചു. നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാണാണ്. നവ്യ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് അബിയുടെ അനിയത്തി അവന്തികയല്ലേ? ഈ നടുവിൽ നിൽക്കുന്നത് ആരാണ്? അതറിഞ്ഞാൽ നീ ഞെട്ടും. ഇത് അബിയുടെയും അവന്തികയുടെയും അച്ഛനാണ്. പേര് നാഗേന്ദ്രൻ. ഇയാളുടെ സ്വന്തമാണ് ജ്വല്ലറി. അന്നേരം നീ നിന്റെ ലക്ഷ്യം നേടിയല്ലേ നവ്യേ? അതെ,
നീ ഇത് വേഗം തന്നെ ആദർശേട്ടന് അയച്ചു കൊടുക്കണം. നമിത അത് അയക്കുന്നതിനൊപ്പം തന്നെ ഒരു വോയിസ് മെസ്സേജും ഇട്ടുകൊടുത്തു. അത് എഡിറ്റ് ചെയ്തതാണെന്നൊന്നും വിചാരിക്കണ്ട. ഫോട്ടോയിനുള്ളിൽ നടുവിലുള്ളത് അബിയുടെ അച്ഛനാണ്. ഇവർ 3 പേരും കൂടി മൂർത്തി ജ്വല്ലറിയെ ചതിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വിശ്വാസമില്ലെങ്കിൽ അന്വേഷിച്ചോളൂ. ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ്. ഇത്രയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എല്ലാം ഇനി ശരിയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യയും നമിതയും പിരിഞ്ഞു. പിന്നീട് ആദർശ് ലഞ്ചെല്ലാം കഴിഞ്ഞ് ഫോൺ നോക്കുന്ന സമയത്തിന് അജ്ഞാതൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടു. നയനെ നോക്ക്, അജ്ഞാതൻ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ ഫോട്ടോ കാണുന്നു. ആദർശിനുടെ തന്നെ ആളെ മനസ്സിലായി. അങ്കിൾ, ഇത് അങ്കിളല്ലേ? അബിയുടെയും അവന്തികയുടെയും അച്ഛൻ. അന്നേരം എല്ലാവരും കൂടി നാടകം കളിക്കുമായിരുന്നല്ലേ? വോയിസ് കേട്ടപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായി. നയനെ എന്താ വിശ്വസിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ ആദർശേട്ട, ഇത് ഒറിജിനൽ ഫോട്ടോസാണ്. അപ്പോൾ അവന്തിക നമ്മളെ ചതിക്കുമായിരുന്നില്ലേ ഇത്രയും കാലം? അതെ, അജ്ഞാതൻ ജെനുവിനാണെന്ന് എനിക്ക് തോന്നുന്നു. CCTVയിൽ കണ്ട വ്യക്തിയും ഇയാളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ജലജ അപ്പച്ചിയുടെ ഭർത്താവ് തന്നെയാണ് നമ്മുടെ ഏക ശത്രു. ഇനി ഇത് വെച്ചൊരു അന്വേഷണം നടത്തണം. വിവരം ഉടനെ തന്നെ നന്ദുവിനെ അറിയിക്കണം. ആ സമയത്താണ് മാളവിക അങ്ങോട്ടേക്ക് വരുന്നത്. മാളവിക വന്ന് ആദർശിനെ വിളിച്ചു. സർ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അബി എന്നെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ആണോ? എന്നാൽ പോവാൻ വരട്ടെ. ഞങ്ങൾക്ക് ചില സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. സത്യങ്ങളോ? ആ ഫോട്ടോസും വോയിസ് ക്ലിപ്പൊക്കെ മാളവികയെ കാണിച്ചു. ആ, അത് ശരി. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ചതിക്കുമായിരുന്നല്ലേ? ഇനി ഞാൻ അബിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ. അവൻ ഇവിടെ ഇരിക്കട്ടെ, നീ പോകുന്നു വേണ്ട. ബാക്കി പോലീസുകാർ നോക്കിക്കോളും. പിന്നെ സാറേ, ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ നവ്യ മേഡം അവിടെ ഉണ്ടായിരുന്നു. മേഡം എന്തൊക്കെയോ ചുറ്റിക്കളി നടത്തുന്നുണ്ട്. നവ്യോ? നയനെ, നിന്റെ ചേച്ചി ആയിരിക്കുമോ നമ്മളെ സഹായിക്കുന്നത്? ഈ മെസ്സേജ് വന്ന സമയത്തിന് നവ്യ അവിടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സർ. ആ സമയത്താണ് എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അപ്പം തന്നെ നവ്യാണ് ഇതിൻ്റെ പിന്നിലെ എന്ന് എനിക്ക് ഉറപ്പായി. നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവൾ നമ്മളെ ഇത്ര കാലം സഹായിക്കുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ആദർശേട്ടാ, ചേച്ചിയുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഏകദേശം നവ്യ തന്നെയാണ് അവരെ സഹായിക്കുന്നത്. ആ ഒരു അജ്ഞാതൻ്റെ കോളെല്ലാം തന്നെ നവ്യയുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള സത്യമെല്ലാം തന്നെ ആദർശവും നയനയും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആദർശം നയനയും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.